എൻ്റെ കയ്യിൽ ഒന്നിട്ട് ചെറിയ സാധനങ്ങൾ ഇത് ഞാനിങ്ങനെ ചേർത്ത് വെക്കുകയാണ്. ഇത് ചേർത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആവും. കണ്ടില്ലേ, ട്രയാങ്കിൾ ആയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ നമ്മുടെ ഇവിടെ ഏറ്റവും കുസൃതിയുണ്ട്, വലിയൊരാളാണെന്ന് സംഭവമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉടനെ അതിങ്ങനെ ആക്കി തരും. പിടിച്ചോ, ഞാൻ ട്രയാങ്കിൾ ആക്കണോ? അതെ, വളരെ വേഗം ചെയ്യാവുന്നതാണ്. കൈ വെച്ചു ചെയ്തു. ട്രയാങ്കിൾ ആക്കണം അല്ലേ? അതെ. നാദിർ ഷാ സാർ ഇതൊന്ന് പരിശോധിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇതൊരു ട്രയാങ്കിൾ. വളരെ നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചെറിയ ട്രയാങ്കിൾ. ഈ സാർ ഒന്ന് നേരെയാക്കി തന്നോ. അങ്ങനെ ഈ ട്രയാങ്കിൾ ഉപേക്ഷിക്കട്ടെ അതോ ചെയ്യണോ? അല്ല, ഇതിന്റെ പ്രശ്നം ഇത് കണ്ടില്ലേ, ഞാനിത് വളരെ വേഗത്തിൽ ചെയ്തു. ഇത് സാറിന് കൊടുത്താട്ടെ. സാർ കുറച്ച് നേരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെയാണോ ഇങ്ങനെ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? സാർ ഇതൊന്നും ചെയ്തോളൂ. എനിക്ക് അത് തന്നെ അറിയാമല്ലോ. ഇത് ഞാൻ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇത് ട്രയാങ്കിൾ ആവുന്നത്. നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കണ്ടില്ലേ, ട്രയാങ്കിൾ എങ്ങനെ വെച്ചാൽ ട്രയാങ്കിൾ മനസ്സിലായി. ഇപ്പൊ കിട്ടി അറിയാമല്ലോ. ഇത് ഞാൻ പഠിച്ച് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാക്കാത്തവർ ഇങ്ങനെയായിട്ട് കുഴച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. അവരുടെ പ്രശ്നങ്ങൾ ഇത് മനസ്സിലാക്കുന്ന അച്ഛനും അമ്മയും എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് പരിഹരിച്ചു കൊടുക്കും. പക്ഷെ അവർ പലപ്പോഴും അവരുടെ കൂട്ടുകാരോട് മറ്റുള്ളവരോട് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ശരിയായി കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ കഴിയാത്ത, ശരിയായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളോട് ഇത് പറയുന്നതുകൊണ്ട് എന്ത് പറ്റും, അവര് ഇങ്ങനെ ഇട്ട് കുഴച്ചുകൊണ്ടിരിക്കും. ഇല്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഇന്നൊരു ദിവസമല്ല 10 ദിവസം കിട്ടിയാൽ പോലും നമ്മൾ ശരിയാക്കും തോന്നുന്നില്ല.